The woman gave vent to various cries of horror. സ്ത്രീകളിൽ നിന്ന് ഭയാനകമായ വ്യത്യസ്ത തരത്തിലുള്ള കരച്ചിലുകൾ പുറത്തേക്ക് വന്നു. കാരണം എന്താണ്? The child had no longer anything human about it. മനുഷ്യന്റേതായ യാതൊരുവിധ പ്രത്യേകതയും ആ കൊച്ചുകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യന്റേതായ യാതൊരുവിധ സാമ്യതയും ആ കൊച്ചുകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. The head had become enormous and the body of an incredible thickness was all shriveled up. The head had become enormous. തലയ്ക്ക് വളരെയധികം വലിപ്പമുണ്ടായിരുന്നു. And the body of an incredible thickness. ശരീരം വളരെ വലിയ തോതിൽ മെലിഞ്ഞിരുന്നു. And was all shriveled up. മൊത്തത്തിൽ ചുക്കി ചുളിഞ്ഞ് ശരീരം മെലിഞ്ഞ് തലയ്ക്ക് വലിപ്പ കൂടുതലുണ്ടായിരുന്നു. As until then it had sucked only its thumb. It was swollen. As until then it had sucked only its thumb. എപ്പോഴും കുട്ടി വിരൽ ഉറിഞ്ചുന്നത് കാരണം it was all swollen. അത് നീര് വന്നിരുന്നു. അപ്പൊ കുട്ടിക്ക് ആ കൊച്ചുകുട്ടിക്ക് പാലൊന്നും ലഭിക്കുന്നില്ല. അത് കാരണം അത് എപ്പോഴും വിരൽ ഉറിഞ്ചുന്നു. അത് കാരണം വിരലിൽ എന്ത് ചെയ്യുന്നു? നീര് വന്നിരുന്നു. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. കാണുന്നത് തന്നെ ഭയാനകമായിരുന്നു. അപ്പൊ ആ കൊച്ചുകുട്ടിയുടെ അപ്പോഴത്തെ അവസ്ഥ കാണുന്നത് തന്നെ ഭയാനകമായിരുന്നു. മിക്കാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. മിക്കാലി പോലും സ്വയം ഭയം കാരണം പുറകിലേക്ക് മാറി. അപ്പൊ മിക്കാലി പോലും ഭയം കാരണം പുറകിലേക്ക് മാറുകയും ചെയ്തു. All of them together chased him away threatening. എല്ലാവരും ത്രട്ടൺ ചെയ്തു, ഭയപ്പെടുത്തി അവനെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു. His eyes filled with tears. അവന്റെ കണ്ണിൽ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. He went off bearing the little child still wailing in its hunger. വിശന്ന് വലഞ്ഞ് കരയുന്ന കുട്ടിയുമായിട്ട് അവൻ അവിടെ നിന്ന് പോകുകയും ചെയ്തു. There was nothing to be done. The child was condemned to die of hunger. There was nothing to be done. അവനൊന്നും തന്നെ ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. The child was condemned to die of hunger. വിശപ്പ് കാരണം മരിക്കാനാണ് ആ കുട്ടിയുടെ വിധി. മിക്കാലി felt himself immensely alone and lost. മിക്കാലിക്ക് സ്വയം ഏകാന്തതയും നഷ്ടപ്പെടലും അനുഭവപ്പെട്ടു. ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആരും അടുപ്പിക്കുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നു? അവനെ ആട്ടിപ്പായിക്കുന്നു. ആ കൊച്ചുകുട്ടിയുടെ രൂപം കാണുമ്പോൾ ആട്ടിപ്പായിക്കുന്നു. അത് കാരണം എന്ത് ചെയ്തു? മിക്കാലി felt himself immensely alone and lost. മിക്കാലിക്ക് സ്വയം ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവപ്പെട്ടു. A chill ran up his spine at the thought that he was carrying such an unlucky child. ഒരു അൺലക്കി ആയിട്ടുള്ള നിർഭാഗ്യവാനായിട്ടുള്ള ഒരു കുട്ടിയെയാണ് അവൻ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്, വഹിച്ചു കൊണ്ടുപോകുന്നത്, ചുവന്നു കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അവന്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറുന്നത് പോലെ തോന്നി. അപ്പൊ നിർഭാഗ്യവാനായ ഒരു കുട്ടിയെയാണ് അവൻ കൊണ്ട് നടക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അവന്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറുന്നത് പോലെ തോന്നി. He slumped down in the shadow of a shed. ആ ഷെഡിന്റെ നിഴലിൽ അവൻ എന്ത് ചെയ്തു? തളർന്നിരുന്നു. It was still very warm. അപ്പോഴും ചൂട് ഉണ്ടായിരുന്നു, ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും അവന്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറുന്നത് പോലെ തോന്നുകയും അവൻ എന്ത് ചെയ്തു? ആ ഷെഡിന്റെ തണലിൽ തളർന്നിരിക്കുകയും ചെയ്തു. The country spread out before him in arid vast land covered with refuse. അപ്പൊ അവന്റെ മുന്നിലുള്ള ആ ഭൂമി എന്ന് പറയുന്നത് മാലിന്യം കൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ വീതിയേറിയ ഒന്നായിട്ട്, വിശാലമായ ഒന്നായിട്ട് തോന്നി. Noon rang out somewhere. എവിടെയോ നിന്ന് ഉച്ചയ്ക്കുള്ള മണിയടി ശബ്ദം കേട്ടു. The sound reminded him that he had eaten nothing since the day before. കഴിഞ്ഞ ദിവസം മുതൽ അവൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല എന്ന് ആ ശബ്ദം അവനെ ഓർമ്മിപ്പിച്ചു. He would have to go sneaking about the streets, round the cafe terraces, flicking some half-eaten roll left on the plate, or else rake about in the garbage for what a dog would not have eaten. He would have to go sneaking about the streets. അവന് തെരുവിലൂടെ പതുങ്ങി നടക്കേണ്ടതായിട്ട് വരികയും round cafe terraces, flicking some half-eaten roll left on the plate. റെസ്റ്റോറന്റിൽ നിന്നും മറ്റും ആൾക്കാർ പകുതി കഴിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ ആഹാര സാധനം മോഷ്ടിച്ച് കഴിക്കേണ്ടതായിട്ടും
or else rake about in the garbage for what a dog would not have eaten. അല്ലെങ്കിൽ ഒരു ഡോഗ് പോലും കഴിക്കാൻ മടി കാണിക്കുന്ന ഗ്യാർബേജ് മാലിന്യം അവനെടുത്ത് കഴിക്കേണ്ടതായിട്ടും വന്നു. അത്രയ്ക്ക് മോശകരമായ അവസ്ഥയായിരുന്നു ആരുടേത്? മിക്കാലിയുടേത്. സഡൻലി ലൈഫ് സീം ടു ഹിം സോ ഫുൾ ഓഫ് ഹൊറേഴ്സ്. പെട്ടെന്ന് അവന്റെ ജീവിതം ഭയാനകമായ ഒന്നായിട്ട് എന്ത് ചെയ്തു? സീംഡ്, ഫെൽറ്റ്, തോന്നി. That he covered his face with his hands and began to sob desperately. എന്ത് ചെയ്തു? അവൻ കൈകൾ കൊണ്ട് മുഖം പൊത്തി എന്ത് ചെയ്യാനായിട്ട്? വിതുമ്പാനായി, സോബ് ചെയ്യാനായിട്ട്, വിതുമ്പാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ മിക്കാലി എന്ത് ചെയ്തു? കൈകൾ കൊണ്ട് മുഖം പൊത്തി വിതുമ്പാനായി തുടങ്ങി. When he raised his head, a man stood before him, gazing down upon him. When he raised his head, അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ a man stood before him, gazing down upon him. അവന്റെ മുന്നിലായിട്ട് അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ഒരു വ്യക്തി നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. Mikali recognized the Chinaman who often came to the camp to sell paper knickknacks and charms which no one ever bought from him anyway. Mikali recognized the Chinaman. മിക്കാലി എന്ത് ചെയ്തു? ആ ചൈനാമേനെ തിരിച്ചറിഞ്ഞു, റെക്കഗ്നൈസ് ചെയ്തു, തിരിച്ചറിഞ്ഞു. Who often came to the camp to sell paper knickknacks. അപ്പം പേപ്പർ കൊണ്ടുള്ള കരകൗശല വസ്തുക്കളും മറ്റും വിൽക്കുന്നതിന് വേണ്ടി അവന്റെ ക്യാമ്പിൽ വന്നിട്ടുള്ള ആ ചൈനാമേനെ മിക്കാലി തിരിച്ചറിഞ്ഞു. ആൻഡ് ചാംസ് വിച്ച് നോ വൺ എവർ ബോട്ട് ഫ്രം ഹിം എനിവേ. അദ്ദേഹത്തിൽ നിന്ന് ആരും തന്നെ ഒന്നും വാങ്ങിയിരുന്നില്ല. Often they mocked him because of his color and his squint eyes. അത് മാത്രമല്ല, ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആ ക്യാമ്പിൽ താമസിച്ചിരുന്നവരെ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തിരുന്നു. എന്ത് കാരണത്താല്? ബിക്കോസ് ഓഫ് ഹിസ് കളർ ആൻഡ് ഹിസ് സ്ക്വിന്റ് ഐസ്. അദ്ദേഹത്തിന്റെ നിറവും അതോടൊപ്പം തന്നെ കണ്ണിന്റെ പ്രത്യേകതയും കോങ്കണ്ണും എല്ലാം കാരണം, കോങ്കണ്ണുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ നിറമൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. അപ്പൊ കണ്ണിന്റെ പ്രത്യേകതയും നിറവും എല്ലാം കാണിച്ചുകൊണ്ട്, പരാമർശിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? ആൾക്കാർ, അവന്റെ ക്യാമ്പിലുള്ള, മിക്കാലിയുടെ ക്യാമ്പിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ ചൈനാമേനെ കളിയാക്കുകയും ചെയ്തിരുന്നു. Mikali saw that he was looking gently down at him and moving his lips as though to speak. Mikali saw that he was looking gently down at him and moving his lips as though to speak. എന്തോ സംസാരിക്കാൻ ഉള്ളതുപോലെ അദ്ദേഹം ചുണ്ടുകൾ ചലിപ്പിക്കുന്നതായി മിക്കാലിക്ക് തോന്നി, മിക്കാലി കണ്ടു. Finally the Chinaman said. അവസാനം ചൈനാമാൻ മിക്കാലിയുടെ അടുത്ത് പറഞ്ഞു, You mustn't cry boy. കുട്ടി, നീ കരയേണ്ടതില്ല. Then timidly come with me. Then timidly. അതിനുശേഷം എന്ത് ചെയ്തു? സ്വല്പം നാണത്തോടു കൂടി അദ്ദേഹം മിക്കാലിയുടെ അടുത്ത് പറഞ്ഞു, Come with me. നീ എന്നോടൊപ്പം വരിക. അപ്പം എന്തുകൊണ്ടാണ് നാണത്തോടു കൂടി പറഞ്ഞ? കാരണം ക്യാമ്പിൽ ചെല്ലുന്ന സമയത്ത് ആൾക്കാരെല്ലാം ചൈനാമേനെ കളിയാക്കി വിട്ടിരുന്നു, സാധനങ്ങളൊന്നും തന്നെ വാങ്ങിയിരുന്നതുമില്ല. അപ്പം കുറച്ച് നാണത്തോടു കൂടി മിക്കാലിയുടെ അടുത്ത് നമ്മുടെ ചൈനാമേൻ പറഞ്ഞതാണ്, നീ എന്നോടൊപ്പം വരിക, കം വിത്ത് മീ. മിക്കാലിസ് only answer was to shake his head negatively. അപ്പൊ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ മിക്കാലി തല കുലുക്കുക മാത്രമാണ് ചെയ്തത്. അപ്പം വരുന്നില്ല എന്നുള്ള, അപ്പൊ മിക്കാലിയുടെ ആൻസർ എന്തായിരുന്നു? ഞാൻ വരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ മിക്കാലി തല കുലുക്കുക മാത്രമാണ് ചെയ്തത്. He longed to flee. അവൻ അവിടെ നിന്ന് longed, wished. He longed to flee. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ആഗ്രഹിച്ചു. കാരണം he had heard so many words about the cruelty of the Orientals. പാശ്ചാത്യരുടെ ധാരാളം ക്രൂരതകളെ കുറിച്ച് മിക്കാലി കേട്ടിട്ടുണ്ട്, ഭയാനകമായ ക്രൂരതകളെ കുറിച്ച് മിക്കാലി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് രക്ഷപ്പെടാനായിട്ട് മിക്കാലി longed, മിക്കാലി wished, മിക്കാലി ആഗ്രഹിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, വരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു? തല കുലുക്കുകയും ചെയ്തു. Yet the man remained there and did not budge. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? ആ ചൈനാമാൻ അവിടെ തന്നെ നിന്നു. and did not budge, did not move. അവിടെ നിന്ന് ചലിക്കുകയോ അനങ്ങുകയോ ഒന്നും തന്നെ ചെയ്തില്ല. So being in great distress, Mikali followed him. അതുകൊണ്ട് വളരെ വലിയ അസ്വസ്ഥതയോടുകൂടി മിക്കാലി എന്ത് ചെയ്തു? അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹം പോകാതെ അവിടെ തന്നെ നിന്നു. വലിയ അസ്വസ്ഥതയോടുകൂടി മിക്കാലി അദ്ദേഹത്തെ പിന്തുടർന്നു. What more awful thing could happen to him?
ഇനി ഇതിൽ കൂടുതൽ ഭയാനകമായ എന്ത് സംഭവിക്കാം? അപ്പൊ മിക്കാലി ചിന്തിക്കുന്ന എന്താണ്? അവന്റെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ ഭയാനകമായ കാര്യം ഇനി എന്ത് സംഭവിക്കാൻ? So they walked along. He stumbled weakly and almost fell with the child. As they walked along, he stumbled weakly and almost fell with the child. മിക്കാലി അദ്ദേഹത്തോടും പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? കുട്ടിയുമായിട്ട് എന്ത് ചെയ്തു? വീക്കായിട്ട് വീഴാനായി തുടങ്ങി. The Chinaman came to him. ചൈനാമൻ അവന്റെ അടുത്തേക്ക് വന്നു. And taking the baby in his arms, tenderly pressed it to him. എന്ത് ചെയ്തു? അവന്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ ഏറ്റെടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു? സ്നേഹത്തോടു കൂടി നെഞ്ചോട് ചേർക്കുകയും ചെയ്തു. They crossed several empty lots. അവരെന്ത് ചെയ്തു? ധാരാളം ഒഴിഞ്ഞ ശൂന്യമായ പ്രദേശങ്ങൾ ക്രോസ് ചെയ്ത്. And then the man took a little lane. എന്നിട്ടൊരു ചെറിയ വഴിയിലേക്ക് പ്രവേശിച്ചു. And that led them to a sort of wooden cabin surrounded by a very small garden. എന്ത്? ചുറ്റും ഗാർഡനോട് കൂടിയതും ഒരു വുഡൻ ക്യാബിൻ അല്ലെങ്കിൽ ഒരു പെട്ടി പോലെ ഇരിക്കുന്നതും ചുറ്റും ഗാർഡനോട് കൂടിയ ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചു. He stopped before the door. വാതിൽക്കലായി അദ്ദേഹം നിന്നു. And clapped his hands twice. എന്നിട്ട് എന്ത് ചെയ്തു? 2 പ്രാവശ്യം കൈയടിക്കുകയും ചെയ്തു. അപ്പം ആ വീട്ടിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ ചൈനാമൻ അവിടെ നിൽക്കുകയും എന്നിട്ട് 2 പ്രാവശ്യം കൈകൾ അടിക്കുകയും ചെയ്തു. A few light steps inside and a tiny person came to open the door. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ഒരു പൊക്കം കുറഞ്ഞ വ്യക്തി വന്ന് വാതിൽ തുറന്നു. Seeing the men, അദ്ദേഹത്തെ കണ്ടതും her face reddened, അവരുടെ മുഖം ചുവന്നു തുടുത്തു. And then a happy smile lit it up, അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞ പുഞ്ചിരി പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ കണ്ടതും അവരുടെ മുഖം ചുവന്നു തുടുക്കുകയും അതോടൊപ്പം തന്നെ മുഖത്ത് സന്തോഷകരമായ പുഞ്ചിരി പ്രകടമാവുകയും ചെയ്തു. She made a brief courtesy to them. എന്ത് ചെയ്തു? അവർ അദ്ദേഹത്തിന്റെ അടുത്ത് അവരെടുത്ത് ചെറിയൊരു ആതിഥ്യ മര്യാദ പ്രകടിപ്പിച്ചു. As Mikali remained there, മിക്കാലി അവിടെ തന്നെ നിന്നു. Hesitatingly rooted to the threshold. ആ ഉമ്മറപ്പടിക്കലായിട്ട് വേര് പിടിച്ചതുപോലെ എന്ത് ചെയ്തു? മിക്കാലി അവിടെ തന്നെ നിന്നു. അകത്തേക്ക് പ്രവേശിക്കാതെ അവിടെ തന്നെ നിന്നു. വാതിൽക്കലായിട്ട് നിന്നു. The Chinaman said to him, "Come in then, do not be afraid, this is my wife." ചൈനാമൻ പറഞ്ഞ എന്താണ്? നീ അകത്തേക്ക് വരിക, ഭയപ്പെടേണ്ട കാര്യമില്ല, ഇതെന്റെ വൈഫാണ്. മിക്കാലി went into the room. മിക്കാലി എന്ത് ചെയ്തു? റൂമിനുള്ളിലേക്ക് പ്രവേശിച്ചു. Rather large it seemed, വലുതായി തോന്നുമെങ്കിലും separated in the middle by a colored paper screen. മധ്യത്ത് വച്ച് എന്ത് ചെയ്തു? കളേർഡ് പേപ്പർ സ്ക്രീൻ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ മധ്യഭാഗത്ത് കളേർഡ് പേപ്പർ സ്ക്രീൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയും വേർതിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇറ്റ് വാസ് ഓൾസോ ക്ലീൻ ആൻഡ് നീറ്റ്. അപ്പം അതിന്റെ അകമെന്ന് പറയുന്നത്, വീട്ടിന്റെ അകമെന്ന് പറയുന്നത് വളരെ ക്ലീനും നീറ്റുമായിരുന്നു. ദോ വെരി പുവർ ലുക്കിംഗ് ആയി കാണപ്പെടുന്നുവെങ്കിലും അകം നീറ്റും ക്ലീനും ആയിരുന്നു. ഇൻ ദ കോർണർ ഹി നോട്ടീസ്ഡ് എ വിക്കർ ക്രാഡിൽ. ആ റൂമിന്റെ കോർണറിലായിട്ട് ഒരു തൊട്ടിലും അവൻ എന്ത് ചെയ്തു? ശ്രദ്ധിക്കുക ഉണ്ടായി. That is my baby, said the young woman, cocking her head graciously to one side and smiling at him. അപ്പം അവനെ നോക്കി അനുകമ്പയോടുകൂടി തല ഒരു വശത്തേക്ക് ചരിച്ചും ചിരിച്ചും കൊണ്ട് അവർ പറഞ്ഞ എന്താണ്? ആ യങ് സ്ത്രീ പറഞ്ഞ എന്താണ്? അത് എന്റെ കുട്ടിയാണ്. He is very tiny and very beautiful. അവൻ പൊക്കം കുറഞ്ഞ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ കൊച്ചു കുട്ടി എന്ന് പറയുന്നത്, അവരുടെ കുട്ടി എന്ന് പറയുന്നത് പൊക്കം കുറഞ്ഞ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. കം ആൻഡ് സീ, എന്ത് ചെയ്യുക? വന്ന് കാണുക. മിക്കാലി went up closer and silently admired it. മിക്കാലി അടുത്ത് ചെന്ന് നിശബ്ദമായിട്ട് ആ കൊച്ചു കുട്ടിയെ തന്നെ നോക്കി. A chubby baby, തടിച്ചുരുണ്ട കുട്ടി. But lately out of the darkness of the maternal body. അപ്പോൾ അമ്മയുടെ ശരീരത്തിന്റെ ഇരുട്ടറകളിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് പുറത്തു വന്നതായിരുന്നു ആ കുട്ടി. എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് പ്രസവിച്ചതായിരുന്നു ആ കുട്ടിയെ. സ്ലെപ്റ്റ് പീസ്ഫുള്ളി, എന്ത് ചെയ്യുന്നു? വളരെ സമാധാനത്തോടു കൂടി ആ കുട്ടി ഉറങ്ങുന്നു. കവേർഡ് വിത്ത് എ ഗോൾഡ് ബ്രോക്കേഡ് ക്ലോത്ത് ലൈക്ക് എ ലിറ്റിൽ കിങ്. അപ്പോ ഒരു സ്വർണ്ണ നൂലിഴകൾ കൊണ്ടുള്ള തുണി കൊണ്ട് അതിനെ മൂടിയിരിക്കുന്നു. ആ കൊച്ചുകുട്ടി ലൈക്ക് എ കിങ്, ഒരു കൊച്ചു രാജാവിനെ പോലെ
സ്ലെപ്റ്റ് പീസ്ഫുള്ളി, സമാധാനപരമായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നു. Then the husband called his wife over. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഹസ്ബൻഡ് വൈഫിനെ അടുത്തേക്ക് വിളിച്ചു. ആ ചൈനാമാൻ അദ്ദേഹത്തിന്റെ വൈഫിനെ അടുത്തേക്ക് വിളിച്ചു. He told her to sit on a straw mat. അവിടെയുള്ള പരമ്പിൽ ഇരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. Without a word, ഒരു വാക്ക് പോലും പറയാതെ he sat down on her lap, the little famished one bowing deeply before her. ഒരു വാക്ക് പോലും പറയാതെ ആ വിശന്ന് വലഞ്ഞ കുട്ടിയെ അദ്ദേഹം അവരുടെ ലാപ്പ് മടിത്തട്ടിലേക്ക് വച്ചു കൊടുത്തു. The woman leaned over with astonishment. ആ സ്ത്രീ എന്ത് ചെയ്തു? അവർ ആശ്ചര്യത്തോടു കൂടി ആ കുട്ടിയെ തന്നെ നോക്കി. And drew back the covering in which the child was wrapped. എന്നിട്ട് എന്ത് ചെയ്തു? ആ കൊച്ചു കുട്ടിയെ പുതച്ചിരിക്കുന്ന ആ പുതപ്പ് പുറകിലേക്ക് മാറ്റി. It appeared to her in all its skeletonic horror. ഭയാനകമായ ഒരു അസ്ഥി പഞ്ചരമായിട്ട്, ഒരു അസ്ഥികൂടമായിട്ട് അത് കാണപ്പെട്ടു. ആ കൊച്ചുകുട്ടി കാണപ്പെട്ടു. She gave a cry of immense pity. അവരിൽ നിന്ന് ദയാപൂർണമായ, ദയയോടുകൂടിയ വലിയ തോതിലുള്ള കരച്ചിൽ പുറത്തേക്ക് വന്നു. അപ്പൊ ചൈനാമിന്റെ വൈഫിൽ നിന്ന് ദയയോടുകൂടിയ കരച്ചിൽ പുറത്തേക്ക് വന്നു. Then pressed the babe to her heart, giving it to the breast. എന്നിട്ട് എന്ത് ചെയ്തു? ആ കൊച്ചുകുട്ടി എന്ത് ചെയ്തു? അവർ മാറോട് ചേർത്തു. Then with a gesture of modesty she brought forward a flap of her robe over the milk swollen breast. അപ്പൊ എന്ത് ചെയ്തു? അവരുടെ മാറിലേക്ക് എന്ത് ചെയ്തു? അവരിട്ടിരിക്കുന്ന ഉടുപ്പ്, ആ തുണി എന്ത് ചെയ്തു? അത് മാറിലേക്ക് ഒരു മേൽക്കുപ്പായം പോലെ വലിച്ചിടുകയും എന്നിട്ട് എന്ത് ചെയ്തു? ആ കൊച്ചുകുട്ടിക്ക് പാല് കൊടുക്കാനായി തുടങ്ങുകയും ചെയ്തു. The poor gluttonous infant suckling there. ആ കൊച്ചുകുട്ടി എന്ത് ചെയ്തു? അവരിൽ നിന്ന് ആർത്തിയോടുകൂടി പാല് നുകരാനായി തുടങ്ങുകയും ചെയ്തു. അപ്പൊ ഇത്രയുമാണ് ഏതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? മെറ്റേണിറ്റി അല്ലെങ്കിൽ മാതൃത്വം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ ആര് പറയുന്നത്? നമ്മുടെ ഓതറായ ലില്ലിക നെക്കോസ് പറയുന്നത്.